ആ കാര്യത്തിൽ തർക്കമില്ല. കാരണം മാത്രമല്ല ഭീകരമായ പോലീസ് അതിക്രമം നടന്നു. ഈ പോലീസ് അതിക്രമത്തിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അവിടെ സന്യാസിമാരുടെ തലയടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണല്ലോ നമ്മളിപ്പോൾ പറയുന്നത്. അത് ശിവഗിരിയിൽ. അതിന് തൊട്ട് പിന്നാലെ കേരളത്തിൽ ഹർത്താൽ നടന്നു, ബന്ദ് നടന്നു. അതിൽ 2 വെടിവെപ്പുണ്ടായി. അതിലൊരാൾ മരിച്ചു, 10-12 പേർക്ക് പരിക്കേറ്റു. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതായത് ഈ ശിവഗിരിയിലെ അതിക്രമത്തിൻ്റെ തുടർച്ചയായി സംഭവിക്കുന്നത് ഇതൊക്കെയാണ്. 10,500 പോലീസുകാരാണ് ഈ മൊത്തം സംഭവങ്ങളിൽ. അതായത് ആ സംഭവം നടക്കുന്ന സ്ഥലത്ത് 500 പേർ എത്തിയിട്ടുണ്ടെങ്കിൽ ശിവഗിരി കുന്നുകളുടെ ചുറ്റുമായിട്ട് 1000 പോലീസ് വേറെ വളഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ അതീവ രഹസ്യമായി, അതായത് അന്നത്തെ ചീഫ് സെക്രട്ടറിയും അന്നത്തെ ഹോം സെക്രട്ടറി നമ്മുടെ CP നായരാണ്, ഹോം സെക്രട്ടറിയും അന്നത്തെ DGPയും മാത്രം അറിഞ്ഞുകൊണ്ടുള്ള രഹസ്യ നീക്കം. ഇതെന്താണ്, വേറെ നക്സലുകളെയും പിടിക്കാൻ പോവുകയാണോ? അല്ലല്ലോ. അവിടെ അടി കൊണ്ടത് ആർക്കാണെന്നറിയാവോ? ഇവർ ആമീൻ വരുമല്ലോ, ആമീൻ വരുമ്പോൾ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് SNDPയുടെ കുറേ നേതാക്കന്മാരും സ്വാമിമാരും ഒക്കെ കൂടെ അവിടെ പോയി സ്വീകരിക്കാൻ നിൽക്കുകയാണ്. കാരണം ഇത് എന്തായാലും നടപടി ഉണ്ടാവും, സ്വാഭാവികമാണല്ലോ. അപ്പോൾ നടപടി ഉണ്ടാവുന്നു. വെളുപ്പിനെ ലൈറ്റങ്ങ് ഓഫാക്കി, കറണ്ട് ശിവഗിരിയിലേക്കുള്ള കറണ്ട് കട്ട് ചെയ്തു. എന്നിട്ട് പോലീസ് അങ്ങോട്ട് ഇരച്ച് കയറിയിട്ട് അവിടെ അടിച്ച് തകർത്തു. കാണുന്നവരൊക്കെ പൂർണ്ണമായിട്ട് അടിച്ച് തകർത്തു. അതിനൊരു കാരണം പറയുന്നത് അവിടെ AK ആൻ്റണി തന്നെ പറഞ്ഞത്, അന്ന് ദൂരദർശനിൽ പറഞ്ഞത് അവിടെ ആയുധ കൂമ്പാരം കണ്ടെടുത്തു എന്നാണ്. പക്ഷേ രണ്ടാമത് പിന്നീട് അത് ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഈ എന്താണ് ഏകപക്ഷീയമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അത് അങ്ങനെ അറിയിച്ചു. പക്ഷെ പിന്നെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പിന്നെ മിണ്ടിയില്ല. കാരണം അങ്ങനെ ഒരു സംഗതി ഇല്ല അവിടെ. അപ്പോൾ അവിടെ ആയുധ കൂമ്പാരവും അതെ, അത് മാത്രമല്ല വെളുപ്പിനെ അവിടെ ആളുകൾ കിടന്നുറങ്ങുന്ന സമയത്താണ് കയറി ആക്രമിക്കുന്നതെന്ന് ഓർക്കണം. അത് പോലീസ് അവിടെ എത്തുമെന്നും പോലീസ് എത്തിക്കഴിയുമ്പോൾ ആമീൻ്റെ ഇത് ഏറ്റെടുക്കൽ നടപടികൾക്ക് വേണ്ടിയിട്ട് അതിന് വഴങ്ങി കൊടുക്കണമെന്നും അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപക്ഷെ മുഖ്യമന്ത്രി വിളിക്കും എന്ന് പ്രതീക്ഷിച്ച് ശാശ്വതീകാനന്ദ സ്വാമി ഫോണിൻ്റെ അടുത്ത് തന്നെ കുത്തിയിരുന്നു. ഇദ്ദേഹം വിളിച്ചില്ല. അപ്പോൾ ആ സംഭവത്തിൻ്റെ, അതായത് ശിവഗിരി സംഭവത്തിൻ്റെ സമ്പൂർണ്ണ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ്.